ഞാനും അമ്മയും കൂടെ ഇന്നൊരു ഉത്സവത്തിന് പോവാണേ. ഇതിപ്പോ കുറെ ആയിന്നല്ലേ, ഇത് ശരിക്കും ലാസ്റ്റ് ആണ്. ഇതോടെ ഞാൻ ഈ വർഷത്തെ പരിപാടി അവസാനിപ്പിക്കും. ഈ വട്ടം കാണാൻ വലുതായിട്ട് കെട്ടുകാഴ്ചയൊന്നുമില്ല, ചെറിയ കെട്ടുരുപ്പടികളാണെന്നാണേ പറഞ്ഞിരുന്നത്. പക്ഷെ ഇത്ര ചെറുതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ നമ്മുടെ പ്രൈമറി എയിം അതല്ലല്ലോ. വായി നോക്കുക, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. വാങ്ങിച്ചില്ലെങ്കിലും ഇതൊക്കെ പോയെന്ന് കാണുക. ഈ വട്ടം കടകളും ഭയങ്കര കുറവായിരുന്നേ. 2-3 കടകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സാധനം കണ്ടോ, ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടെ. പക്ഷെ ഞെക്കിയപ്പോൾ കണ്ടോ പൊട്ടുന്ന പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അതോടെ വെച്ചു. പിന്നെ ഈ കുപ്പിവളകളില്ലേ, എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലും അത് ഒന്നും കൂടെ ഒക്കെ പോയി കാണുന്നത് ഒരു സുഖമല്ലേ. ഇങ്ങനെ ഉത്സവങ്ങൾക്കൊക്കെ വരുമ്പോഴാണ് പണ്ട് കൂടെ പഠിച്ചിരുന്നവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നത്. അങ്ങനെ എൻ്റെ ഫ്രണ്ട് ഒരാൾ വാങ്ങിച്ചു തന്നെയാണ് ഈ ഐസ്ക്രീം. പുള്ളിക്കാരൻ്റെ ജോലി കിട്ടിയതിൻ്റെ സന്തോഷത്തിന് വാങ്ങിച്ചു തന്നെ. അതുകൊണ്ട് ആ കിരീടം വെച്ചുകൊണ്ടിരിക്കുന്ന രാജാവാണ് എൻ്റെ ഫ്രണ്ട്. ഫ്രണ്ട്സിനെ മാത്രമല്ല, പണ്ട് ഞാൻ ട്യൂഷൻ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയൊരു കുട്ടിയാണ് ഈ കുട്ടി. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് കെട്ടുകാഴ്ചയൊക്കെ കണ്ടു കേട്ടോ. ഈ ശിവനെ കണ്ടോ, ഇത് ഭയങ്കര വലുതായിരുന്നേ. പക്ഷെ പുള്ളിക്കാരൻ അങ്ങോട്ട് ഫംഗ്ഷനിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രണ്ടുപേരുടെ സഹായം ഇല്ലാതെ എഴുന്നേക്കാനോ കിടക്കാനോ പറ്റില്ല. പിന്നെ എല്ലാവരും നല്ല എനർജി ഡാൻസ് മോഡലായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ ഒന്നും കാണാൻ നിന്നില്ല. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നിന്ന് മടുത്തിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു പോന്നേ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ടാറ്റാ ടാറ്റ പറ.